നമുക്കൊരു മട്ടൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. ബാ. അപ്പോൾ ഇതേ പറഞ്ഞ പോലെ ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു 3-4 പ്രാവശ്യം ഞാൻ വീട്ടിൽ ചെയ്ത് നല്ല സക്സസ്ഫുള്ളായിട്ട് ഞാൻ ഗ്യാരണ്ടി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. അത്രയും ടേസ്റ്റാണ്, സൂപ്പർ ഡിഷാണ്. നമ്മുടെ നല്ല ഗീ റോസ്റ്റ്, പൊറോട്ട, പിന്നെ ചപ്പാത്തി, അങ്ങനെ പത്തിരി എന്തിൻ്റെ കൂടെ പോകുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. വളരെ ചെറിയ ചേരുവകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ മട്ടൻ കറി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ താഴെ ടാഗ് ചെയ്ത്, അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുന്നവർക്ക് അത്രയും സൂപ്പറായിട്ട് തന്നെ കിട്ടുമ്പോൾ എനിക്ക് ഉറപ്പാണ്. കാരണം നമ്മൾ വീട്ടിലൊരു 3-4 പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കോൺഫിഡൻസ് ആണല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.